Welcome to Technical Education Series program on electronic devices and circuits. In the 12th session of this program, we are discussing on part 2 of module 3, field effect transistors. In this session, we will cover the topics junction field effect transistors, FET polarities, operation of FET, comparison with the BJT, FET characteristics, FET parameters, advantages, disadvantages and applications of FET. Field effect transistor FET ഔട്ട്പുട്ട് കറണ്ടിനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന 3 ലീഡുകളുള്ള സെമി കണ്ടക്ടർ ഘടകമാണ് FET അഥവാ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഇതിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നത് മെജോറിറ്റി ചാർജ് വാഹികൾ ഇലക്ട്രോണുകളോ ഹോളുകളോ മാത്രമായിരിക്കും. അതിനാൽ ഈ ഘടകത്തെ യൂണിപോളാർ ഡിവൈസ് എന്നും പറയാവുന്നതാണ്. Field effect transistor FET is a 3-terminal semiconductor device in which the output current is controlled by an electric field. The conduction of current in this device is only by majority carriers, either holes or electrons, and hence it is said to be a unipolar device. നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി 2 രൂപത്തിലുള്ള ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററുകൾ നിലവിലുണ്ട്. Based on the construction, the FET can be classified into 2 types: junction field effect transistor JFET and metal oxide semiconductor FET MOSFET. Junction field effect transistor JFET ചാർജ് കാരിയേഴ്സ് ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 തരത്തിലുള്ള JFET ട്രാൻസിസ്റ്ററുകൾ നിർമ്മിക്കാവുന്നതാണ്. Depending on the type of carriers, JFETs are of 2 types. One N-channel JFET and 2 P-channel JFET. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു N-type സെമികണ്ടക്ടർ ബാറിന്റെ ഇരുവശങ്ങളിലും ഓരോ കഷ്ണം P-type സെമികണ്ടക്ടറുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്നവയാണ് N-channel JFET. ഇവിടെ N-type സെമികണ്ടക്ടർ ബാറിനെ ചാനൽ എന്നും ഇരുഭാഗങ്ങളിൽ നിന്നുമുള്ള P-type സെമികണ്ടക്ടറുകൾ കൂട്ടിച്ചേർത്ത് എടുത്തിരിക്കുന്ന ടെർമിനലിനെ ഗേറ്റ് എന്നും N-type ബാറിന്റെ 2 അഗ്രങ്ങളിൽ നിന്നും എടുത്തിരിക്കുന്ന ടെർമിനലുകളെ സോഴ്സ്, ഡ്രെയിൻ എന്നിങ്ങനെയും വിളിക്കാവുന്നതാണ്. N-channel JFET consists of N-type semiconductor bar with P-type semiconductors diffused from both sides as shown in figure. Here, N-type semiconductor is called channel. Both P-type material are electrically connected together to form one terminal called gate. Metal contacts are taken from both ends of the channel and are called source and drain. ചിത്രം ബിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ N-type ബാറിന് പകരം P-type ബാർ ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം ട്രാൻസിസ്റ്ററുകളെ P-channel JFET ട്രാൻസിസ്റ്ററുകൾ എന്ന് പറയാം. If P-type bar is used as shown in figure B, the device is referred to as P-channel FET. ഇവിടെ N-channel FET, P-channel FET എന്നിവയുടെ ചിഹ്നങ്ങളിൽ ആരോ മാർക്ക് നൽകിയിരിക്കുന്ന ലീഡ് ഗേറ്റിനെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഡയറക്ഷൻ എപ്പോഴും N-type മെറ്റീരിയലിലേക്കായിരിക്കും. ഇത് കൺവെൻഷണൽ കറന്റ് ഫ്ലോ സൂചിപ്പിക്കുന്നതായിരിക്കും. FET പൊളാരിറ്റീസ്. ഡ്രെയിൻ സോഴ്സ് ടെർമിനലുകൾക്കിടയിൽ ഒരു നിശ്ചിത വോൾട്ടേജ് നിലനിർത്തി ഗേറ്റിനും സോഴ്സിനും ഇടയിൽ ആവശ്യാനുസരണം റിവേഴ്സ് ബയാസ് നൽകിയാണ് സാധാരണ JFET പ്രവർത്തിപ്പിക്കുന്നത്. ഇങ്ങനെ N-channel FETയും P-channel FETയും പ്രവർത്തിക്കുന്നതിന് വോൾട്ടേജ് നൽകുന്നതിനുള്ള പൊളാരിറ്റി കാണിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോഴ്സ് VDD ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ വോൾട്ടേജ് നൽകുന്നതിനും സോഴ്സ് VGG
ഗേറ്റിനും സോഴ്സിനും ഇടയിൽ റിവേഴ്സ് ബയാസ് നൽകുന്നതിനും വേണ്ടിയുള്ള പവർ സോഴ്സുകളാണ്. ഇവിടെ സോഴ്സ് ഡ്രെയിൻ ടെർമിനലുകൾ തമ്മിൽ പരസ്പരം മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. എൻ ചാനൽ FETയിൽ ഗേറ്റിനും സോഴ്സിനും കുറുകെ റിവേഴ്സ് ബയാസ് നൽകുമ്പോൾ ഗേറ്റ് നെഗറ്റീവും സോഴ്സ് പോസിറ്റീവും എന്ന നിലയിലും പി ചാനൽ FETയിൽ ഗേറ്റ് പോസിറ്റീവും സോഴ്സ് നെഗറ്റീവും എന്ന നിലയിലുമായിരിക്കണം. For the normal operation of the FET, it requires a voltage VDD between source and drain and a low voltage VGG in reverse bias between gate and source. This is the usual way of FET connection. Figure A and B shows FET polarities for N-channel and P-channel FETs. The drain and source terminal are interchangeable and either can be used as source and the other as drain. Operation. ഒരു N-channel FET പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർക്യൂട്ട് സജ്ജീകരണമാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സർക്യൂട്ടിൽ VDD ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും VGG ഗേറ്റ് സോഴ്സ് റിവേഴ്സ് വോൾട്ടേജും നൽകുന്നതാണ്. ഗേറ്റിനും സോഴ്സിനും ഇടയിൽ റിവേഴ്സ് ബയാസ് നൽകുമ്പോൾ N ചാനലിന്റെ ഇരുവശവും PN ജംഗ്ഷന് സമീപം ഡിപ്ലീഷൻ റീജിയൻ രൂപപ്പെടുകയും ചാനലിൽ കൂടിയുള്ള കറണ്ട് പ്രവാഹത്തിന്റെ വഴി കുറുക്കുകയും ചെയ്യുന്നു. റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ ലെയർ ചാനലിലേക്ക് കൂടുതൽ വ്യാപിക്കുകയും കറണ്ട് പ്രവാഹത്തിനുള്ള വഴി കൂടുതൽ ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. റിവേഴ്സ് ബയാസ് വീണ്ടും കൂട്ടുന്ന സമയത്ത് ഇരുഭാഗത്തു നിന്നുമുള്ള ഡിപ്ലീഷൻ ലെയറുകൾ പരസ്പരം സന്ധിക്കുന്നതും വൈദ്യുത പ്രവാഹത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുന്നതുമായിരിക്കും. ആയതിനാൽ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ ഒരു നിശ്ചിത വോൾട്ടേജ് നിലനിർത്തിയാൽ ഡ്രെയിൻ കറണ്ട് പൂർണ്ണമായും ഗേറ്റ് വോൾട്ടേജിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇവിടെ ഡ്രെയിൻ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റ് വോൾട്ടേജ് ഉപയോഗിച്ച് ചാനൽ വിഡ്ത് ചുരുക്കി ഡ്രെയിൻ കറണ്ട് കുറയ്ക്കുക എന്ന രീതിയിലാണ്. ഈ തരത്തിലുള്ള ഓപ്പറേഷനെ ഡിപ്ലീഷൻ മോഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നു. ഫിഗർ ഷോസ് an N channel FET with bias sources VDD between source and drain and VGG between gate and source. When the junction between the gate and source is reverse biased, there will be depletion region on both sides of the channel. This depletion region will extend into the channel as the reverse bias voltage is increased, and it reduces the effective cross section of the conducting channel between depletion regions and causes to reduce the drain current. Thus, for a fixed drain to source voltage, the voltage applied to the gate controls the drain current. Here, the reverse bias of the gate is used to deplete the channel of free carriers to reduce the drain current. This type of operation is referred to as depletion mode operation. ചിത്രത്തിൽ കാണുന്നത് പോലെ ചാനൽ വിഡ്ത് ഡ്രെയിൻ ഭാഗത്ത് സോഴ്സ് ഭാഗത്തെക്കാളും കൂടുതൽ ഇടുങ്ങിയതായിട്ട് കാണാവുന്നതാണ്. ഇവിടെ ചാനൽ റെസിസ്റ്റൻസിന് കുറുകെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ് ഭാഗത്തു നിന്നും ഡ്രെയിൻ ഭാഗത്തേക്ക് നീങ്ങുന്തോറും കൂടുന്നതാണ് ഇതിന് കാരണം. ഈ വോൾട്ടേജ് ജംഗ്ഷന് കുറുകെ റിവേഴ്സ് ബയാസ് വോൾട്ടേജിനോട് ചേരുന്നതും ഡ്രെയിൻ ഭാഗത്തേക്ക് ഡിപ്ലീഷൻ ലെയർ കൂടുതൽ വ്യാപിക്കുന്നതുമായിരിക്കും. ആസ് ഷോൺ ഇൻ ഫിഗർ, ദി കണ്ടക്ടിംഗ് ചാനൽ ക്രോസ് സെക്ഷൻ ഈസ് മച്ച് നാരോവർ near the drain end than the source end. This is because of the ohmic voltage drop
along the length of the channel adds to the reverse bias voltage, making the reverse bias near the drain end larger than near the source end. യഥാർത്ഥത്തിൽ ഇൻപുട്ട് വോൾട്ടേജ് ഉപയോഗിച്ച് ഒരു PN ജംഗ്ഷന് ചുറ്റും രൂപപ്പെടുന്ന ഡിപ്ലീഷൻ റീജിയന്റെ അഥവാ ഇലക്ട്രിക് ഫീൽഡ് വ്യാപ്തി വ്യത്യാസപ്പെടുത്തി ഔട്ട്പുട്ട് കറണ്ട് നിയന്ത്രിക്കുക എന്നതാണ് FETയുടെ പ്രവർത്തനം. ഈ കാരണത്താലാണ് ഇതിനെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. The name field effect is given for this device since the transverse field introduced by gate controls the channel conductance and hence the drain current. Comparison BJT versus FET. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ BJTയുടെ കേസിൽ ഇറ്റ് ഇസ് എ ബൈപോളാർ ഡിവൈസ്. ഓപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്ലോ ഓഫ് ബോത്ത് മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ്. BJT ഓപ്പറേഷൻ മെജോറിറ്റി കാരിയേഴ്സിനെയും മൈനോറിറ്റി കാരിയേഴ്സിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ FETയുടെ കേസിൽ ഇറ്റ് ഇസ് എ യൂണിപോളാർ ഡിവൈസ്. ഓപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്ലോ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് ഓൺലി. FET പ്രവർത്തിക്കുന്നത് മെജോറിറ്റി കാരിയേഴ്സിനെ മാത്രം ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് FET ഒരു യൂണിപോളാർ ഡിവൈസ് ആണ്. BJT കേസിൽ കറണ്ട് കൺട്രോൾ ഡിവൈസ്. ഇൻപുട്ട് കറണ്ട് കൺട്രോൾസ് ദി ഔട്ട്പുട്ട് കറണ്ട്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ FETയുടെ കേസിൽ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് കൺട്രോൾസ് ദി ഔട്ട്പുട്ട് കറണ്ട്. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. BJT കേസിൽ നോയ്സിയ ആസ് ഇറ്റ് കൺസിസ്റ്റ് 2 ജംഗ്ഷൻസ് ഓൺ ദി കറണ്ട് പാത്ത്. കറണ്ട് പ്രവഹിക്കുന്ന മാർഗത്തിൽ 2 ജംഗ്ഷൻ ഉൾപ്പെട്ടതുകൊണ്ട് നോയ്സ് BJTയുടെ കേസിൽ കൂടുതലായിരിക്കും. എന്നാൽ FETയുടെ കേസിൽ ലെസ് നോയ്സി, നോ ജംഗ്ഷൻ ഓൺ ദി കറണ്ട് പാത്ത്. കറണ്ട് പ്രവഹിക്കുന്ന പാതയിൽ ജംഗ്ഷൻ ഉൾപ്പെടാത്തത് കൊണ്ട് FETയുടെ കേസിൽ നോയ്സ് വളരെ കുറവായിരിക്കും. ലോ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻ കേസ് ഓഫ് BJT ബിക്കോസ് ഇൻപുട്ട് സർക്യൂട്ട് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. BJTയുടെ ഇൻപുട്ട് സർക്യൂട്ട് ബേസിനും എമിറ്ററിനും ഇടയ്ക്ക് ഫോർവേഡ് ബയസ് നൽകുന്നത് കൊണ്ട് അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. FETയുടെ കേസിൽ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ബിക്കോസ് ഇൻപുട്ട് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഇൻപുട്ട് സർക്യൂട്ട് റിവേഴ്സ് ബയാസ് നൽകിയിരിക്കുന്നത് കാരണം ഇൻപുട്ട് ഇംപിഡൻസ് കൂടുതലായിരിക്കും. BJT കേസ് ന്യൂട്രോൺ റേഡിയേഷൻ ഈസ് മോർ ഡ്യൂ ടു റിഡക്ഷൻ ഇൻ മൈനോറിറ്റി കാരിയർ ലൈഫ് ടൈം. മൈനോറിറ്റി കാരിയേഴ്സ് ലൈഫ് ടൈം കുറവായത് കാരണം BJT കേസിൽ ന്യൂട്രോൺ റേഡിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. FETയുടെ കേസിൽ ഇമ്മ്യൂൺ ടു റേഡിയേഷൻ. ദേ ഡു നോട്ട് റിലേ ഓൺ മൈനോറിറ്റി കാരിയേഴ്സ്. ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ഉൾപ്പെടാത്തതുകൊണ്ട് റേഡിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. ഓപ്പറേഷൻ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. BJTയുടെ കേസിൽ അതിന്റെ പ്രവർത്തനം ടെമ്പറേച്ചറിനെ ആശ്രയിച്ച് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ FETയുടെ കേസിൽ ആൾമോസ്റ്റ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. ഇവിടെ പ്രവർത്തനത്തിൽ ടെമ്പറേച്ചറിനെ അടിസ്ഥാനമാക്കി കാര്യമായ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഇല്ല. ഹൈ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്. BJT ട്രാൻസിസ്റ്ററിൽ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് കൂടുതലാണ്. എന്നാൽ FETയുടെ കേസിൽ ലോ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്. ജംഗ്ഷൻ കപ്പാസിറ്റർ എഫക്റ്റ് ഈസ് മോർ. ഇവിടെ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് കുറവാണ്. ഇതിനുള്ള കാരണം FETയിലെ ജംഗ്ഷൻ കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് ആണ്. BJTയുടെ കേസിൽ ഫാബ്രിക്കേഷൻ ഈസ് നോട്ട് ഈസി, ഓക്യുപ്പൈസ് മോർ സ്പേസ്. BJTയുടെ നിർമ്മാണം അത്ര എളുപ്പമല്ല, അതുപോലെ തന്നെ അത് കൂടുതൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നതാണ്. FETയുടെ കേസിൽ ഈസി ടു ഫാബ്രിക്കേറ്റ്, നിർമ്മാണം വളരെ എളുപ്പമാണ്, അതേസമയം ഓക്യുപ്പൈസ് ലെസ് സ്പേസ്, ഇതിനുള്ള സ്പേസ് വളരെ കുറവായിരിക്കും. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഒരു JFETയുടെ ഗേറ്റ് വോൾട്ടേജ് സ്ഥിരമായിരിക്കെ ഡ്രെയിൻ കറന്റ് IDയും ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് VGSഉം തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്
static characteristics. ഇതിനെ common source drain characteristics എന്നും പറയാവുന്നതാണ്. The plot of the drain current ID against the drain to source voltage VDS with the gate to source voltage VGS as parameter are termed as static or common source drain characteristics of JFET. ഒരു N ചാനൽ JFETയുടെ വ്യത്യസ്ത ഗേറ്റ് വോൾട്ടേജ് അവസ്ഥയിലുള്ള സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഗേറ്റ് വോൾട്ടേജ് 0 അവസ്ഥയിലുള്ള ഗ്രാഫാണ് ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഗേറ്റ് വോൾട്ടേജ് 0 ആയിരിക്കുന്ന സമയം FETയിലെ N ടൈപ്പ് ചാനൽ ഒരു റെസിസ്റ്റൻസ് എന്ന രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇവിടെ ഡ്രെയിൻ വോൾട്ടേജ് 0 നിന്നും വർദ്ധിപ്പിച്ചു തുടങ്ങുമ്പോൾ ഡ്രെയിൻ കറണ്ട് ഡ്രെയിൻ വോൾട്ടേജിന് ആനുപാതികമായി വർദ്ധിക്കുന്നതായിട്ട് കാണാം. ക്യാരക്ടറിസ്റ്റിക് കർവിലെ ഈ ഒരു ഭാഗത്തെ ഒമിക് റീജിയൻ എന്ന് പറയാവുന്നതാണ്. FETയുടെ ചാനൽ വഴി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാനൽ റെസിസ്റ്റൻസിനു കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഗേറ്റ് സോഴ്സ് ജംഗ്ഷന് കുറുകെ റിവേഴ്സ് ബയാസ് അവസ്ഥയിൽ അനുഭവപ്പെടുന്നതും ജംഗ്ഷന് സമീപം ഡിപ്ലീഷൻ ലെയർ രൂപപ്പെടുകയും ചാനലിൽ കൂടിയുള്ള കറണ്ട് പ്രവാഹത്തിന്റെ വഴി കുറുക്കുകയും ചെയ്യും. ഇത് കാരണം ഡ്രെയിൻ വോൾട്ടേജ് വീണ്ടും വർദ്ധിപ്പിക്കുമ്പോൾ ഡ്രെയിൻ കറണ്ട് വർധനവിൽ ഉണ്ടാകുന്ന തോത് ക്രമേണ കുറഞ്ഞു വരുന്നതും ഡ്രെയിൻ വോൾട്ടേജ് ഒരു പ്രത്യേക അളവിലെത്തുമ്പോൾ ഡ്രെയിൻ കറണ്ട് ഒരു നിശ്ചിത അളവിൽ ID സാറ്റിൽ നിലച്ചു പോകുന്നതുമായിരിക്കും. ചാനലിന്റെ ഈ അവസ്ഥയെ പിഞ്ച് ഓഫ് എന്ന് പറയാവുന്നതാണ്. ഇവിടെ പിഞ്ച് ഓഫ് അവസ്ഥയിൽ എത്തുന്ന വോൾട്ടേജിന്റെ അളവിനെ പിഞ്ച് ഓഫ് വോൾട്ടേജ് VP എന്നും വിളിക്കാവുന്നതാണ്. Considering the curve VG is equal to 0, when voltage VDS is increased from 0 to a small amount, N channel bar acts as a simple resistor. Hence, the current ID increases linearly with the VDS. This region is called ohmic region. With the current flowing, the ohmic voltage drop along the length of the bar reverse biases the gate source junction and creates depletion layer. This in turn decreases the effective conducting channel cross section. Therefore, while increasing VDS, the characteristics bends, and finally, at a value A of the voltage VDS, the current saturates at a value ID sat. The channel is now said to be pinched off, and the corresponding voltage is called pinch off voltage VP. പിഞ്ച് ഓഫ് വോൾട്ടേജ് എത്തുന്നതോടെ ചാനലിന്റെ ഇരുവശങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന ഡിപ്ലീഷൻ ലെയർ പരസ്പരം കൂട്ടിമുട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നതും കറണ്ട് പ്രവാഹത്തിന്റെ വഴി കൂടുതൽ ഇടുങ്ങിയതാവുകയും ചെയ്യും. അതിനാൽ ഈ അവസ്ഥയിൽ ഡ്രെയിൻ വോൾട്ടേജ് വർദ്ധിപ്പിക്കുമ്പോൾ ഡ്രെയിൻ കറണ്ടിൽ ഉണ്ടാകുന്ന വർധനവ് വളരെ കുറവായിരിക്കുന്നതും കറണ്ട് ഏകദേശം സ്ഥിരമായി നിൽക്കുന്നതുമായിരിക്കും. എന്നാൽ ഡ്രെയിൻ വോൾട്ടേജ് കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ റിവേഴ്സ് ബയാസ് അവസ്ഥയിലുള്ള ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവുന്നതും ഡ്രെയിൻ കറണ്ട് ഒരു വലിയ അളവിലേക്ക് വർദ്ധിക്കുന്നതുമായിരിക്കും. ഈ ഭാഗത്തെയാണ് ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന രൂപത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ വ്യത്യസ്ത ഗേറ്റ് വോൾട്ടേജിലുള്ള ഗ്രാഫുകൾ നിരീക്ഷിക്കുമ്പോൾ ഗേറ്റ് സോഴ്സ് റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസൃതമായി പിഞ്ച് ഓഫ് വോൾട്ടേജ് കുറയുന്നതായും ബ്രേക്ക് ഡൗൺ നേരത്തെ സംഭവിക്കുന്നതായും മനസ്സിലാക്കാവുന്നതാണ്. After pinch off voltage, the depletion layer almost touch each other and the conducting channel becomes very narrow. Therefore, increase in drain current ID is very small with the increase in VDS. Thus, the drain current becomes saturated.
Further increase in VDS causes the avalanche breakdown across the reverse bias gate junction and the current ID shoots to a very high value. While observing the curves for different values of VGS, it is seen that the pinch off and breakdown occurs at lower value of VDS when the magnitude of the reverse bias voltage VGS is increased. FET parameters. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്ന്, AC ഡ്രെയിൻ റെസിസ്റ്റൻസ്. ഗേറ്റ് വോൾട്ടേജ് സ്ഥിരമായിരിക്കെ പിഞ്ച് ഓഫ് റീജിയണിൽ ഡ്രെയിൻ വോൾട്ടേജിൽ ഉണ്ടാകുന്ന മാറ്റവും അതിനനുസൃതമായി ഡ്രെയിൻ കറണ്ടിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതത്തെയാണ് AC ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. It is defined as the ratio of change in the drain to source voltage to the resulting change in drain current in the pinch-off region for one fixed value of the gate to source voltage. That is, RD is equal to delta VDS divided by delta ID, where VGS is equal to constant. ഇതിന്റെ അളവ് 15 കിലോ ഓമിനും 1 മെഗാ ഓമിനും ഇടയിലുള്ള റേഞ്ചിലായിരിക്കും. ഡ്രെയിൻ റെസിസ്റ്റൻസ് വിൽ ഹാവ് എ ലാർജ് വാല്യൂ റേഞ്ചിങ് ഫ്രം 15 കിലോ ഓം ടു 1 മെഗാ ഓം. നെക്സ്റ്റ്, മ്യൂച്വൽ കണ്ടക്ടൻസ്. FETയുടെ ഗെയിൻ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു പാരാമീറ്റർ ആണ് മ്യൂച്വൽ കണ്ടക്ടൻസ് GM. ഡ്രെയിൻ വോൾട്ടേജ് സ്ഥിരമായിരിക്കെ ഡ്രെയിൻ കറണ്ടിലുണ്ടാകുന്ന മാറ്റവും അതിനനുസൃതമായി ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതത്തെയാണ് മ്യൂച്വൽ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. മ്യൂച്വൽ കണ്ടക്ടൻസ് is a parameter for the measure of the gain of the FET. It is the ratio of change in drain current to the corresponding change in gate to source voltage at constant source voltage. That is, GM is equal to delta ID divided by delta VGS, where VDS is equal to constant. മൈക്രോമോ എന്ന യൂണിറ്റിലാണ് മ്യൂച്വൽ കണ്ടക്ടൻസ് പ്രസ്താവിക്കുന്നത്. ഇതിന്റെ അളവ് ഏകദേശം 200 mm മുതൽ 800 mm വരെ ആയിരിക്കും. GM is expressed in micromos. Since it is the ratio between output current and input voltage, it is also called transconductance. Typical value of GM lies in the range of 200 mm to 800 mm. അടുത്തത്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഡ്രെയിൻ കറണ്ട് സ്ഥിരമായിരിക്കെ ഡ്രെയിൻ വോൾട്ടേജിൽ ഉണ്ടാകുന്ന മാറ്റവും അനുസൃതമായി ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതത്തെയാണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. It is defined as the ratio of change in the drain source voltage to the resulting change in the gate source voltage for a constant value of drain current. That is, mu is equal to delta VDS divided by delta VGS, where ID is equal to constant. ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിന് പ്രത്യേകം യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് ഒരു നമ്പർ മാത്രമായിട്ടായിരിക്കും. ഇത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിലെ ഗേറ്റ് വോൾട്ടേജിന് ഡ്രെയിൻ കറണ്ടിലുള്ള കൺട്രോളിംഗ് പവർ സൂചിപ്പിക്കുന്ന ഒരു പാരാമീറ്ററാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി മെഷർ ഓഫ് കൺട്രോൾ ഓഫ് ഗേറ്റ് വോൾട്ടേജ് ഓൺ ഡ്രെയിൻ കറണ്ട്. റിലേഷൻ ബിറ്റ്വീൻ mu, GM ആൻഡ് RD. FET പാരാമീറ്ററുകളായ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, മ്യൂച്വൽ കണ്ടക്ടൻസ്, ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്നിവ തമ്മിലുള്ള ബന്ധം mu is equal to GM into RD എന്ന രൂപത്തിൽ സൂചിപ്പിക്കാവുന്നതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. ഇൻപുട്ട് ഇംപിഡൻസ് കൂടുതലാണ്. ലെസ് നോയ്സ്.
നോയ്സ് കുറവാണ്. നോ ഓഫ്സെറ്റ് വോൾട്ടേജ് അറ്റ് സീറോ ഡ്രെയിൻ കറണ്ട്. ഡ്രെയിൻ കറണ്ട് 0 ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടായിരിക്കുന്നതല്ല. എക്സലന്റ് സിഗ്നൽ ചോപ്പിംഗ്. സിഗ്നൽ ചോപ്പിംഗ് മെച്ചപ്പെട്ടതാണ്. വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. ഔട്ട്പുട്ട് കറണ്ട് ഇൻപുട്ട് വോൾട്ടേജ് കൊണ്ട് നിയന്ത്രിക്കുന്നതാണ്. ലെസ് എഫക്റ്റഡ് ബൈ റേഡിയേഷൻ. റേഡിയേഷൻ എഫക്റ്റ് വളരെ കുറവാണ്. ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി. ടെമ്പറേച്ചർ വ്യതിയാനം വഴി ഉണ്ടാകുന്ന വേരിയേഷൻ വളരെ കുറവായിരിക്കും. സിമ്പിൾ ടു ഫാബ്രിക്കേഷൻ ഇൻ ഐസീസ് ആൻഡ് ഒക്യുപ്പൈസ് ലെസ് സ്പേസ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അത് കുറഞ്ഞ സ്പേസ് മാത്രമേ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. സ്മോൾ സൈസ്, ലോങ് ലൈഫ് ആൻഡ് ഹൈ എഫിഷ്യൻസി. ചെറിയ സൈസാണ്, കൂടുതൽ ലൈഫ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ എഫിഷ്യൻസി ഹൈ ആണ്. ഹൈ പവർ ഗെയിൻ കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജസ്. ഇതിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സ്മോളർ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്. ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് കുറവായിരിക്കും. ക്യാൻ ഓപ്പറേറ്റ് ഇൻ ഡിപ്ലീഷൻ മോഡ് ഓൺലി. ഡിപ്ലീഷൻ മോഡിൽ മാത്രമേ ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. ആപ്ലിക്കേഷൻസ്. Since FET has many advantages such as high input impedance, low output impedance, low noise level, etc., it finds applications in various equipments. ഇവിടെ FET-യുടെ ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്, ലോ നോയ്സ് ലെവൽ തുടങ്ങിയ മേന്മകൾ കാരണം ഇത് വളരെയേറെ ഉപകരണങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് buffer amplifiers in measuring instruments, low noise amplifiers, RF amplifiers in FM tuners. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.